തുറക്കാൻ പോവാണ്. Hey guys, welcome back to We Talks. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് ഫുഡ് ഓപ്ഷൻ ചാലഞ്ച്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫുഡ് ഓപ്ഷൻ ചാലഞ്ച് ആണ്. അതെ അതെ അറിയാത്ത ആരുമില്ലല്ലോ. ഇത് ബക്രി വന്നോണ്ട് നമ്മൾ പ്രത്യേകം നമ്മൾ ഫുഡ് ഓപ്ഷൻ ചാലഞ്ച് എടുക്കാന്ന് വിചാരിച്ചു. അതെ അതെ ശരിക്കും ബ്രോ ശരിക്കും കോഴ്സ് തരുന്നുണ്ട് ബ്രോ. തുടങ്ങല്ലോ ഇപ്പോ. നേരെ വീഡിയോയിലേക്ക് നമ്മുടെ പൈസ വന്നിട്ടുണ്ട്, ഫുഡ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് വരേണ്ടത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 50 രൂപയുടെ ആദ്യത്തെ ചോദ്യം. ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാ? അടിയുടെ പകുതി തരാം. 50 രൂപയുടെ ആദ്യത്തെ ചോദ്യം ഇതാ. Who is known as the father of the nation? ഗാന്ധിജി. 3 സെക്കൻഡ് കഴിഞ്ഞ്. ഇല്ല, ഇവിടെ താനാണോ എണ്ണേ? ഇങ്ങനെ 100 രൂപയുടെ രണ്ടാമത്തെ ചോദ്യം. ഗുരുജി പോരട്ടെ, മണിക്കുട്ടി ഓടി തുടങ്ങിയിരിക്കുന്നു. Which is the largest state in India by area? രാജസ്ഥാൻ. 3. Rajasthan. അത് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കരുത്. എനിക്കറിയായിരുന്നു. 200 രൂപയുടെ മൂന്നാമത്തെ ചോദ്യം. എനിക്ക് ഇത് ആയിരുന്നിട്ട് കളിക്കുന്ന ഇഷ്ടമാണ്. Okay. ഇതിന്റെ എന്ത് ടൈപ്പ് ആണെന്ന് കൂടെ പറയണം. Okay. What is the national animal of India? Tiger. എന്ത് ടൈപ്പ്? ടൈഗറിന്റെ ടൈപ്പ് ഉണ്ടോ? വരമ്പുലി. പുലിമുരിനകത്തുള്ള ടൈഗർ എങ്ങനെയാണല്ലേ? എന്ത് ടൈപ്പാന്നാ? അങ്ങനെയൊക്കെ ഉണ്ട്. ബംഗാൾ ടൈഗർ. ഓ, നേടി. എടാ അതല്ല 50 രൂപ. ഓ, ഒറ്റടിക്കുള്ള ഞാൻ 2 വർഷം പറഞ്ഞ 150 കിട്ടുന്നില്ല. നെക്സ്റ്റ് വൺ. What is the national flower of India? ഫസ്റ്റ് ആണ് അത് എന്റെ ഈ സൈഡിൽ നോക്കിയില്ല. ലോട്ടസ്. Lotus. ഞാനിങ്ങനെ വെറുതെ അതിങ്ങനെ വായിച്ച് മാറി ഇതൊന്നും 2000 ഞാൻ എടുത്തോട്ടാ. Which is the longest river in India? നീലിയാ? Nile. ആ തെറ്റി ചേട്ടാ, നീലി നിൽക്ക്. നൈലല്ല, ഞാനല്ല ഗംഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. 50 രൂപയുടെ ഇത് ജക്കൂറോ പറഞ്ഞോട്ടോ. എനിക്ക് 2000 മാത്രമാണ്. കറക്റ്റ് ആൻസർ പറയണേ. ഷോർട്ട് പറയാം അല്ലെങ്കിൽ ഫുൾ ഫോം പറയാം. വാട്ട് ഈസ് ദി കറൻസി ഓഫ് ഇന്ത്യ? റുപ്പീസ്. റുപ്പേ അല്ല, അത് ഫുള്ള് പറയണം. രണ്ടുപേരും എന്തൊക്കെയോ ഞാൻ പറയട്ടെ. പോയി പറഞ്ഞില്ലേ? ഇയാൾ റുപ്പി എന്ന് പറഞ്ഞു. ഫുൾ നെയിം പറഞ്ഞില്ലേ? ഫുൾ നെയിം ആദ്യമേ പറഞ്ഞ അയ്യനാർ. 50 കിട്ടിയില്ലേ? സന്തോഷിച്ചോ? Which is the smallest state in India by area? ഗോവ. Yes. What is the capital of India? ഡൽഹി. ന്യൂഡൽഹി. ഞാനാണ് സെക്കൻഡ്. Delhi ഒക്കെ. സെക്കൻഡ് ബ്രോ എന്തോ ഇത് തെറ്റിന്ന് പറഞ്ഞ് ബ്രോയ്ക്ക് ഇത് വരുന്ന. അല്ലാതെ ഇവൻ പറയുമ്പോ ഇത് ഒഫീഷ്യലി അല്ല ആൻസർ, ട്രഡീഷണലി ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ അത് പറഞ്ഞാൽ വാട്ട് ഈസ് ദ നാഷണൽ സ്പോർട്ട് ഓഫ് ഇന്ത്യ? ഹോക്കി ആണ്. ഒരു 500 മണ്ട. അയ്യോ 500 വേണ്ടത് എനിക്ക്. 200 ഞാൻ 200 എടുത്തത്. ലാസ്റ്റ് 2000. ഇതിലാ ഞാൻ എനിക്ക് 2000 അപ്പുറത്ത് മാറി പിടിക്കും. ഗൈസ് 2000 രൂപയുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ഈ റൗണ്ടിലെ. തരൂ. What is the national aquatic animal of India? അക്വാട്ടിക് ആനിമലാ. പിന്നെ അക്വാട്ടിക് അതിന് പിന്നെ ചാളമില്ലേ? അക്വാട്ടിക് മീൻസ് അക്കോട്ടി വെള്ളത്തിലുള്ള Aquatic animal of അല്ല. ആണോ? ഇവിടെ പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ?
ഡോൾഫിനാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നിനക്ക് എങ്ങനെ അറിയാത്? അതൊക്കെ എനിക്കറിയാം. പറ. അത് ഞാൻ രണ്ടെണ്ണത്തിൽ പിടിക്കാറില്ല. വേണ്ട, ഡോൾഫിനാണ് ഞാൻ രണ്ടെണ്ണത്തിൽ പിടിക്കാറില്ല. മനസ്സിലായോ? വെയിറ്റ് ചെയ്തിരിക്കാം. 2000 പിടിക്കാറോ? പിടിപ്പിക്കാൻ പറയാം വേണ്ടട്ടാ. ആ 2000 ഒരു കണ്ണുകൂടി എന്തായാലും ഓപ്ഷൻ നടത്താൻ പോവാണ്. ടച്ച് ചെയ്തല്ല ഇതുണ്ടോ? ടച്ച് ചെയ്ത പ്രശ്നമാണ്. കയ്യിലുള്ള 500-600 രൂപയും പോകും. സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഓപ്ഷൻ തുടങ്ങാൻ പോണു. ബ്രോ എത്ര ഉണ്ട് ഓപ്ഷൻ? 2050. ബ്രോ 600. 350. 2500. 200. ആക്ച്വലി സത്യം പറഞ്ഞാൽ 3 ആൻസർ ഞാൻ പറഞ്ഞിട്ട് എന്റെ കയ്യിലുള്ളത് 350 രൂപ. ബ്രോ എങ്ങനെയാണെന്നല്ല അത് വിളിച്ചു ബ്രോ. ഒരു തരം 2 സ്മാർട്ട് 200. 200 300 സോറി 350 പൈസ 350. 400. അയ്യോ ഞാൻ നിങ്ങളെല്ലാരും വെട്ടിക്കട്ടെ. 2000 500. ഓ 550. 550. ക്രൂവിനെയൊക്കെ ഞാൻ നോക്കട്ടെ. എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഇട്ട് വട്ടത്തി പോസ്റ്റ് നിനക്ക് ഫുഡ് കിട്ടും. ശരി ഈ ക്രൂ ആദ്യം ഫുഡ് ഉണ്ടോ? ഇപ്പൊ എത്ര വിളിച്ചേ? 550. 600. ഇനി എനിക്ക് വിളിക്കണ്ടോ? 650. 651. ഒന്നിൽ നിനക്ക് ഞാൻ ഇന്ന പകുതി തരാം. പോടോ. ഞാനൊരു 1000. കാശിന്റെ കാര്യത്തിൽ എന്നോട് ഇതില്ല. ഞാൻ ചിലപ്പോ ഞാൻ നിന്നെ അങ്ങ് മേടിച്ചോളാം. സത്യം ഹർട്ടായി ഞാൻ മേടിച്ചോളാം. 1050. അമ്പല്ല, ഇനി 100 തന്നിച്ച്. 1100. ഇനി ഡീല് സംസാരിക്കാം. 1100. ബ്രോ പിന്നെ ഈഗോ പിടിച്ച് കയറിക്കോ. 1100. 1100. ബ്രോ എടുത്തോ. 1050 സാധനങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് മതി. 1000 രൂപക്കുള്ള സാധനങ്ങളൊക്കെ എനിക്ക് മതി. അപ്പൊ 1600 ഒരു തരം. പിന്നെ ഉറപ്പാണ് 2 തരം. ബിസിനസ് ചെയ്യാൻ പറ്റും. ഓഫർ ഞാൻ നേരത്തെ സപ്പോർട്ട് ചെയ്തല്ലേ. എനിക്കൊരു 100 രൂപയ്ക്ക് എന്ത് തരാൻ പറ്റും? 100 രൂപയ്ക്ക് പാത്രത്തിന്റെ പൊക്കം നക്കിയിട്ട് പൊക്കം. എത്ര 300 രൂപ അങ്ങോട്ട് വരും പകുതി എനിക്ക്. എത്ര? 300 രൂപ അങ്ങോട്ട് വരും. 1200 ആ എന്തിട്ട് വർത്താനടാ. കാശുണ്ടെങ്കിൽ വേണ്ടിയാണ് 450 മേലുണ്ട്. 400. 400 പകുതിയോ? ഇനിയും ബിസിനസ് ചെയ്യാൻ 400 പകുതിയോ? 400 പകുതിയോ? ബ്രോ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയും ബിസിനസ് ചെയ്യാനുണ്ട്. ഇവനിപ്പോ 2000 വെച്ചിട്ട് ഇപ്പൊ നീ എത്രയാണ് വിളിച്ചു? 1100 വിളിച്ചു. 600 തിരിച്ചിട്ടി. അപ്പൊ ബാക്കി എടുക്കും. മണ്ടേ നിന്റെ പൈസ ഇയാളൊന്നല്ലേ? നീ എന്തിനാ തന്നെ? അത് കാശ് വെക്കേണ്ട തിരിച്ച്. ബിസിനസ് ചെയ്താൽ ബാക്കിയുള്ള രക്ഷപ്പെടുമല്ലോ. നാരങ്ങ, മാങ്ങ, തേങ്ങ. എനിക്ക് ബ്രോയായിട്ടൊരു ഡീല് സംസാരിക്കാം. ഞാനേ ഒരു 100 രൂപ പറ്റത്തില്ല. 300 പാതി. 300 പാതി. അത് ഡീല്. അത് ഡീല്. അന്റെ പകുതി എല്ലാരും എനിക്ക് ഡീല് സംസാരിക്കാം. 50 രൂപ എന്തെങ്കിലും നോക്കട്ടെ. തുറക്കട്ടെ. എനിക്ക് 200 എന്തിട്ടാണ്ട്? 200 രൂപയ്ക്ക് പ്ലാസ്റ്റിക് പൊളിച്ചോടും. 500 വെച്ചോട്ടെ. എനിക്കൊരു 5 നോട്ട് വിടുന്നു. അതിന്റെ പാതി. പകുതിയല്ലേ വേണ്ടേ? ഹാപ്പിയില്ലേ? നിനക്ക് ഇഷ്ടമുള്ള പോലെ തന്നില്ലേ? ചിക്കൻ സോസ് ചെയ്യുന്നുണ്ട്. ഇത് 50 ഒരു മരുന്നിനില്ലല്ലോ. സോസ് വിന്നിംഗ് പ്രൊഡക്റ്റ് അല്ല. ഞാനതുകൊണ്ട് ബൈ ആയിരുന്നു.
എനിക്ക് മിനിമം പ്രൊഡക്ട്സ് ആണ്. ബ്രോയ്ക്ക് 200 രൂപ വേണം. 200 രൂപ ആണെങ്കിൽ ബ്രോ എനിക്ക് 200 രൂപ എന്നാൽ ഞാൻ ഇതിൽ നിന്ന് ഒരു നോട്ട് തരാം. എനിക്ക് ആ നോട്ട് മതി. അത് മറ്റേ പള്ളിയിൽ പോയി പറയാം. ഇത് 500 നോട്ട് ചിലപ്പോൾ പറയാൻ പറ്റുന്ന ബിസിനസ് തന്നെ നടക്കാൻ പോണേ. ചിലപ്പോൾ 100 രൂപയ്ക്ക് ഞാൻ ചിലപ്പോൾ ഇത് ഇയാളെ മേടിച്ചളയും. എന്നിട്ട് 50 രൂപയ്ക്ക് ഇപ്പുറത്ത് നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ 100 മുതലാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100, 200, 500, 2000 അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2000 മാത്രം മാറ്റല്ലേ. ബ്രോ വേണമെങ്കിൽ ഞങ്ങൾ കടന്നൊന്ന് സഹായിക്കാം. പക്ഷേ എന്റെ ഇത് മേടിക്കുവാണെങ്കിൽ ഭയങ്കര പലിശ. ഒരു 100 കൊടുത്താൽ 2000 രൂപ. ബ്രോ കയറെടുപ്പിക്കും ഞാൻ. 50 വെറും 100 രൂപ മതി. ഇപ്പൊ വേണ്ട. Question number 1. Which is the fastest train in India? വന്ദേ ഭാരത്. ആണ് 2000 അല്ല. ഞാൻ വിചാരിച്ചു 2000 ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കൈവക്കും. ഞാൻ അവസാനത്തേക്ക് പോകാൻ വേണ്ടിയിരിക്കുക. ഞാനും ആ സമയത്തൊക്കെ പൊങ്ങു പോകുമ്പോ Another question. Which state has the longest coastline? ട്രിവാൻഡ്രം. കേരള. സ്റ്റേറ്റ് ഏറ്റവും ലോങ്സ്റ്റ് കോസ്റ്റ്ലൈൻ സംസ്ഥാനം എന്തെങ്കിലും എനിക്ക് തിരിച്ചു ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള സംസ്ഥാനം. സീരിയസ്ലി പറയ് ലക്ഷദ്വീപ് നമ്മുടെ സംസ്ഥാനം. തമിഴ്നാടാ. ഇവിടുന്നാ വെള്ളം പോകുന്നേ. എന്നെ ഒരു മൊണ്ണ പറയാൻ എന്നിട്ട് അത് കേട്ടിട്ട് നീ വേറൊരു നീ എന്തിനാ പറഞ്ഞേ? സ്റ്റേറ്റ് വൈസ് പറയുമ്പോ അയ്യോ നിങ്ങളെന്താ കേരള. ഞാനല്ല പറഞ്ഞേ. അയ്യോ നിങ്ങൾ പറഞ്ഞാ ഞാൻ പെട്ടെന്ന് വെറുതെ എന്തോ ഓർത്ത് കേരളത്തിന്റെ പക്കത്തെ ഏതാ സംസ്ഥാനം? കർണാടക എവിടെ കിടക്കുന്നത്? കർണാടക ഉള്ളിലാണ് കിടക്കുന്നത്. എടാ ഉള്ളിലാണോ ഗുജറാത്ത്? എടാ ഗുജറാത്ത് ഉള്ളിൽ. അല്ല ഗുജറാത്ത് ഇപ്പുറം സൈഡിലാ. ശരിയാ ഓടോ മണ്ടെന്ന്. ഗുജറാത്ത് മറ്റേ പാകിസ്ഥാനൊക്കെ ചെറിയ പ്രശ്നമുള്ള മുകളിൽ പഞ്ചാബൊക്കെ. ശരിയായി 200 കൂടെ. ആ കാശെല്ലാം മേടിച്ചിട്ട് കൊടുത്തിട്ട് പോകും. നമുക്ക് വല്ല പണിക്കും. നെക്സ്റ്റ് ഈ കോസ്റ്റ് ലൈൻ ചോദിക്കാതെ വേറെ സൈൻ തീറ്റ അത് കുഴപ്പമില്ല. ഇത്തിരി ടഫ് വരണം. എന്തിലൊക്കെ തീറ്റ ചോദിക്കും. Which Indian city is known as Silicon Valley of India? ബാംഗ്ലൂർ. 500. Who was the first president of India? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇതൊക്കെ എന്ത് സിമ്പിൾ ഉണ്ടായിരുന്നു. അതൊന്നും കൂടി നോക്കൂ. ഞാനാണെന്ന് തോന്നുന്നു കൈവയ്ക്ക്. ബ്രോ പെട്ടെന്ന് 2000 കിട്ടിയല്ലേ? അതിനെ 100ന്റെ 5th ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. In which year did India got independence? 1947. 200ന്റെ 6th ക്വസ്റ്റ്യൻ. Which ocean lies on India's south side? പസഫിക് ഓഷ്യൻ. അല്ല. വെറുതെ പറഞ്ഞ പോണേ പോട്ടെ. ഇന്ത്യൻ ഓഷ്യൻ. അത് ഞാൻ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അതാണ് എത്രാമത്തെ? 200. ഗൈസ് 500ന്റെ 7ാമത്തെ ക്വസ്റ്റ്യൻ. Who is known as the missile man of India? Letter. അബ്ദുൽ കലാം. Which planet is known as India's first interplanetary mission? മാർസ്. നമ്മൾ ജയിച്ചു. സത്യം വരട്ടെ. എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ട് മുകളിലല്ലേ പോയത്. വന്നിട്ടാങ്കടാ ജക്ടർ ഈസ് ബാക്ക് ഇൻ ഗെയിം. സീരിയസ്ലി? യെസ്. 2000 ഉള്ള ആരൊക്കെ ഉണ്ട്? നമുക്ക് കൈവന്നിച്ച അല്ല ഡീലിങ്സ് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ലീവുണ്ടല്ലേ? ഗൈസ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ 100 തുടങ്ങി. 100 എന്റെ 1600 ആണേ. സോറി തെറ്റിപ്പോയി. 1600 വിളിച്ചാ ഞാൻ എപ്പോഴേ 2000 വിളിക്കും. ഞാനങ്ങനെ വിട്ടെന്ന് കൊടുക്കില്ല. ഇതെനിക്ക് കഴിച്ചാൽ പറ്റുള്ളൂ. വിശന്നിട്ട് വയ്യ. 100 ഇപ്പൊ 3 റൂം 500 വിളിച്ചു. 500 600 700 700 800 900 1000 2000 sector. ഒരു തരം 2250 2500 എത്ര കിട്ടുന്നുണ്ടോ? 2650. 2650
അല്ല, ഇനി 2700. 2800. 2900. എടുത്തു. ഓക്കെ 2900 അതിനകത്ത് ഉണ്ടാ നോക്കട്ടെ. 2900. 2900 ഒരു തരം. ആ. 2900 രണ്ട് തരം. കൊമ്പ വിളിക്കുന്നുണ്ടോ? എനിക്കില്ലടാ. 2900 മൂന്ന് തരം. പോരട്ടെ. ബ്രോ ഇനി ഡീല് സംസാരിക്കും. ഡീല് വേണ്ട ഡീല് വേണ്ട. അതെ വേണ്ട എടുക്കട്ടെ, തുറന്നോട്ടെ. ബിസിനസ് ചെയ്യാൻ താല്പര്യം. ഡീലുണ്ടോ ഇല്ലയോ? ഇല്ല ഉറപ്പാണോ? പോട്ടെ. അവർക്കാർക്ക് ഡീലിന് താല്പര്യമില്ല. നിനക്കുണ്ടോ ഡീല്? താല്പര്യം. നിനക്കുണ്ടോ ഡീല്? 1000 പാതി കിട്ടുമെങ്കിൽ ഞാൻ set ആക്കി. 1000-ന് പാതി കിട്ടുമെങ്കിൽ 2900 അല്ല, അത് കിട്ടില്ല. എടുക്കല്ലേ? ഓക്കെ ഓക്കെ. എടുത്താ. ഓക്കെ അല്ലേ? ഡീലോ? ഡീലില്ലോ? പറ്റില്ല. അത് നല്ല ഡീലാണ്. വേറെ deal. 500 ആയം തൊട്ടുള്ള നോട്ടാ. എനിക്കില്ല. ശരി ശരി. വിട്ടോ 100 രൂപയ്ക്ക് പോയ ഒരു കടി. ഇല്ല. ഓക്കെ അല്ലേ? ഞാനില്ല. തുറക്കാൻ പോവാണേ. അയ്യോ പോയി. എല്ലാം തിരിച്ചു വെച്ചോ. ബ്രോ ഞാനേ ബ്രോ ബിസിനസ് ചെയ്തുണ്ടാക്കിയ സാധനം കണ്ടോ? ബ്രോ ഇത് വെച്ച് ലക്ഷങ്ങളുണ്ടാക്കും. മൊത്തം കഴിക്കണം. ഇത് കഴിച്ചു കഴിഞ്ഞ സെയിലിന്റെ ഇത് എമൗണ്ട് പറയും. പകുതി അരക്കിലും വേണം. ആർക്കും വേണ്ട. ഇനി ഡീലിങ്സ് ഇല്ല. അത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പോവും. ഇതെങ്കിൽ പിന്നീട് സെല്ല് ചെയ്യാനുള്ളത്. ഇല്ല ബയസ് ഇല്ല. ഞാനിടെ ഈ സാധനം ഫ്യൂച്ചറിലേക്ക് വരും മേടിക്കത്തില്ല. ഇപ്പോഴും ആരും മേടിക്കത്തില്ല. അടിച്ചു തന്നു. അതല്ലേ നമ്മള് 1000 വിളിച്ചത് 2000 കയറ്റി വിളിച്ചേക്കുന്നത്. 1900 നാരങ്ങയും വെച്ച് മനത്ത് പോകുന്ന അണ്ണാക്കലോട്ട് പോയി കടിക്ക്. അതന്നെ 2000 രൂപ. മേത്താക്കുന്നത് അതെന്തിനാ മേത്താക്കണേ? 20 രൂപ. ജക്ടർ അടിച്ചല്ല 20 രൂപ. ഞാനേ വേണേ പൈസ ഇങ്ങോട്ട് താ. അതെ എങ്ങോട്ട് ഇത് ആർക്കെങ്കിലും കൊടുത്തോ, കുഴപ്പമില്ല. ഞാൻ വെറുതെ നിങ്ങളെ 2000 രൂപ മുതലാണ്. പോട്ടെ ബ്രോ. സ്ക്രാച്ചിന്ന് തുടങ്ങും, മനസ്സിലായോ? ഈ ബിസിനസ് ഫീൽഡിലേക്ക് വന്ന എങ്ങനെയാ? ബ്രോ ഒരു ബിസിനസ് പൊളിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പൊളിയാണെങ്കിൽ 4 തലമുറ പൊളിഞ്ഞു. നോക്കൂ എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല. ഇനി ഞാൻ വാരണുണ്ടോ? നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് അപ്പൊ നമ്മുടെ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി 200 മുതലാണ് തുടങ്ങുന്നത്. 200 മുതൽ 9 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ക്വസ്റ്റ്യൻ പറയട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രാച്ചിന് സ്റ്റാർട്ട് പண்றா. സ്ക്രാച്ച് ഒന്ന് ബാക്കിലേക്ക് നിൽക്കും. പാപ്പരായവരൊക്കെ ഇൻഷുറൻസ് ഉള്ളവരൊക്കെ ഒന്ന് ബാക്കിലേക്ക് റിസൾട്ട് ആണ് മോനസ് ഏറ്റവും വലിയ. താത്തി പിടിക്കണം തുടങ്ങി. What is the state animal of Kerala? ആന. ഇവിടെ ഒരാൾ എനിക്ക് ടെൻഷൻ ചെവി വന്ന് ഒരു ഐരാവതോ. Which district is known as the Spice Garden of Kerala? Comment. ഇടുക്കി. അല്ല. പാലക്കാട്. വയനാട്. വയനാട്. സ്ക്രാച്ച് കാരണം രണ്ടിടത്തേക്ക് ആണുള്ളൂ. സ്പൈസസ് നേട്ടോ ഞാൻ ആദ്യമേ ഇടിക്കാന്ന്. നെക്സ്റ്റ് വൺ. Who is known as the father of Malayalam language? Jekta. കുമാരനാശൻ. അല്ല. പണ്ഡിറ്റ് ശ്രീശ്വര ഏതോ പണ്ഡിറ്റ് പണ്ഡിറ്റ് എന്നത്തിന് ഇവിടെ തോളത്ത് കേട്ട് 2000 കിട്ടിയപ്പോ തോളത്ത് കേട്ടാ. അതെങ്ങനെയാ? Which is the largest district in Kerala by area? Comment. ഇടുക്കി. ഇടുക്കി ആയടാ കുട്ടാ. Which is the smallest district in Kerala? Jekta. പാലക്കാട്. ആലപ്പുഴ. മണ്ടൻ. 6th ക്വസ്റ്റ്യൻ 2000. What is the name of Kerala martial art? കാരളിപ്പൈ. അയ്യോ ഫ്രം സ്ക്രാച്ച്. 500 കിട്ടിയാ? Which Kerala district has the highest literacy rate?
എറണാകുളം, കോഴിക്കോട്, അല്ല കൊല്ലം, കോട്ടയം. കോട്ടയം. സ്ക്രാച്ചിന്ന് തുടങ്ങും ഞാൻ. സ്ക്രാച്ചിന്ന്. ഞാൻ വിചാരിച്ചു മെട്രോപൊളിറ്റൻ സിറ്റി അല്ലേ കൊച്ചി. 500 ചോദ്യം പറഞ്ഞേ. Where is India's first coir factory located? ആലപ്പുഴ. ഫ്രം ദ സ്ക്രാച്ച്. സ്ക്രാച്ചിന്ന് തുടങ്ങും ഞാൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2000-ന്റെ Which Kerala port is mentioned in? മെൻഷൻഡ് ട്രിവാൻഡ്രം. അല്ല മറ്റേ അല്ല. എന്താ ക്വസ്റ്റ്യൻ? ഹാർബറാണോ? കുറെ വലിയ ക്വസ്റ്റ്യൻ തീർന്നില്ല, പകുതി പോലും ആയില്ല. കുഴപ്പമില്ല. ഓ വിഴിഞ്ഞ വരുന്നത്. വിഴിഞ്ഞ പോട്ട് ആണോ? അല്ല. കൊച്ചി മറന്നു. Which Kerala port is mentioned in ancient Roman trade records as Musuris? ഞാൻ സത്യം പറഞ്ഞ ആദ്യം പറഞ്ഞു നന്നായി. ആദ്യം ഞാൻ വിഴിഞ്ഞോ പെട്ടെന്ന് ട്രിവാൻഡ്രം കേട്ടു. സ്റ്റേറ്റ് ജില്ല പറഞ്ഞാൽ മതിയോ? ഏത് പോട്ടെന്ന് ചോദിച്ചു. അപ്പൊ പോട്ടിന്റെ പേര് പറയണം. ഈ കേരളത്തിൽ എത്ര പോർട്ട് ഉണ്ടെന്ന് അറിയാവോ? അറിയാം. എത്ര? 2 എന്ന് പറയാം. ബ്രോ പറ. കാപ്പാട്. ബ്രോക്ക് അറിയോ? ആലോചിച്ച് കുറെ നേരം ആലോചിക്കാൻ തുടങ്ങിയിട്ട്. ഒരെണ്ണം ഉണ്ട്. പറ. ഒരെണ്ണം ഒന്ന് പറഞ്ഞേ. അല്ല എന്റെ അടുത്ത് പറ. ചുമ്മാ എന്റെ അടുത്ത് പറ. ചുമ്മാ. കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. ഇയാളെന്നീ പറയുന്നത് കൊടുങ്ങല്ലൂർ വാരണദേവിയെ. കറക്റ്റാണോ? എന്താടാ മണ്ടക്കൊമ്പ്. എന്താടാ കണ്ട ഫ്രം സ്ക്രാച്ച് തുടങ്ങി. കണ്ട 5200 ഫ്രം സ്ക്രാച്ച്. അത് പൊളിച്ച്. അത് മാസ്. അത് ബ്രോ ഞാൻ ഇതിന് സത്യം കയ്യില്ല കേട്ടോ. എണീറ്റിന്ന് കൈ അടിക്കാനുള്ളതുണ്ട്. ആ വിളി. എപ്പോഴും അതുപോലെ 400. ബ്രോയ്ക്ക് ഇതിന്ന് ഒരു മോചനം ഇല്ലേ? 1000. 1000 ഞാൻ 1500 വിളിച്ച 1500. 1500 കൊമ്പൻ 2000 2000 എഡ്വിൻ പണിയാ. പിന്നെന്തിനാ 2300 2400 2500 കൊമ്പൻ 2700 3000 3000 കൊമ്പൻ 3000 ഒരു തരം. ആ ശരി 3000 രണ്ട് തരം. 3500. ഓക്കെ പൈസ സോൾഡ് ഔട്ട് ബ്രോ ഡീലിങ്സ് അതൊക്കെ സെറ്റ് ചെയ്യണം. 3000 മേലെ ഡീലിങ്സ് ഇല്ല. നോക്കാം. 4000. ഇത് ഞാൻ തന്നില്ലല്ലോ. എന്തെങ്കിലും അടിച്ചു മാറ്റിയാ 4500. 4500. 4500. 400. അന്ന് എനിക്കിത് വേണ്ട. 4500 ഞാൻ ബ്രോ ഡീലിങ്സ് സംസാരിക്കാൻ ആയിക്കോട്ടെ. അതിപ്പോ എനിക്ക് ഉറപ്പിക്കാം പെട്ടെന്ന്. 4500 ഒരു തരം. 4500 രണ്ട് തരം. ദൈവം മുളകായിരിക്കണേ. 4500 മൂന്ന് തരം. ഡീലിങ്സ് പറഞ്ഞോ. ബ്രോ 400 ഇങ്ങനെ എനിക്ക് കിട്ടുന്നതിന്റെ കുറച്ച് ഞാൻ തരാം. 2300 പകുതി. 4500 പകുതി എത്രയാ? പാവയ്ക്കട പാതി ഒഴിക്കണം കേട്ടോ. എനിക്ക് താല്പര്യമില്ല അങ്ങനെയൊക്കെ ഡീൽ വെച്ചാൽ നല്ലതായിരിക്കും. എനിക്ക് വേണ്ടത് എനിക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ല. എന്ത് മുളകോ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് പറ ബ്രോ. അല്ലെ നമ്മളിങ്ങനെ വെറുതെ വെടി 4500 ആണ്. ഒരു പകുതിക്ക് 2000 സ്റ്റാർട്ട് ചെയ്യാം. 2000 സ്റ്റാർട്ട് കാരണം പകുതി നിങ്ങൾക്ക് നല്ല ലാഭമാണ്. 2000 മറ്റേ പാവയ്ക്ക ജ്യൂസ് നല്ലതാ. ഡീൽ വെക്കുന്നുണ്ടോ? ഉണ്ടോ? 1000 അയ്യോ ഭയങ്കര കുറവാണ്. നീ നേരത്തെ പറഞ്ഞില്ല പകുതിയെങ്കിലും ഇതാണ്. അയ്യോ 40%. 50%. കുറവാണത് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ബ്രോ അത് കുറച്ച് കൂടുതലാ. 2000 പകുതിക്ക് 2000. 4500 സാധനമാണ്. പുറത്ത് വിൽക്കാൻ ഭയങ്കര കുറവാ. ഇതേ പുറത്തും ആൾക്കാരുണ്ട്. പറ്റില്ലടാ. 2000 സ്റ്റാർട്ടിംഗ് ഉള്ളൂ. ബ്രോ അല്ല മാന്യമായിട്ട് ചോദിച്ചാൽ എത്രയല്ല സ്റ്റാർട്ടിങ്ങിന്. പിന്നെ ഇതിനെ കുറയ്ക്കാൻ നിൽക്കുന്നത് ഇല്ല. 2000 അപ്പുറത്തുള്ളൂ. കാരണം 4500 പകുതി 2250. എന്നാലും എനിക്ക് നഷ്ടമാണ്. ബ്രോയ്ക്ക് എന്താ വേണ്ട? ഒരു 400 ഇങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് കിട്ടുന്നതിന്റെ കുറച്ച് പറയും. 1500 ഡീല്. ഇല്ലടാ 4500 സാധനം 1500 നമ്മുടെ ഡീല് ഇല്ല. സംസാരിക്കും ബ്രോ ഇതെന്താ അറിയോ? നിങ്ങൾ മാർക്ക് ഈ 400 രൂപയും വെച്ചിട്ട് ബ്രോയ്ക്ക് എന്തോ ഇത് ചെയ്യാൻ പറ്റും. 400 എന്ത് സംസാരിക്കാൻ? ഇത് ഇന്ന് എനിക്ക് 600 രൂപ അല്ല 400 അത് ചുമ്മാ തരുമെന്നാണ് വിചാരിച്ചത്. അല്ലല്ല പിന്നെ അയാൾ ഒന്നും എനിക്ക് കിട്ടുന്നതിന്റെ കുറച്ച് സ്മെല്ല് പകല്ലേ? 50 രൂപ ഒരു കവള്.
കവള അതിന് ഇതില് ഡ്രിങ്ക് ആണോ ഫുഡാണോ ആണെങ്കിൽ ഓക്കെ ശരി ആണെങ്കിൽ ഒരു കവള ഇയാള് പൊട്ടനാണ് ഡീല് കഴിഞ്ഞു ഓക്കെ നിനക്ക് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ അല്ല ഇത് തന്നു കഴിയുമ്പോഴല്ലേ ഞാൻ തരാം. അല്ലല്ല അങ്ങനല്ല അപ്പൊ തന്നാ മതി പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യുന്നേ. വേണോ വേണോ പ്രഡിക്റ്റ് അല്ല പ്രോഡക്റ്റ് നിനക്ക് വേണോ 200 രൂപയ്ക്ക് ഒരു ഞാനൊരു പീസ് എടുത്തു തരും ന്യായം കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ന്യായമായിട്ട് ഞാൻ ചെയ്തു തന്നോ നിനക്ക് ചെയ്തു തന്നോ ഇല്ലയോ ചെയ്തു തന്നോ ന്യായമായ രീതിയിൽ ചെയ്തു തരും ന്യായമായ രീതിയിൽ ഞാൻ ചെയ്തു തരും വേണമെങ്കിൽ ലാസ്റ്റ് ഇപ്പൊ ഒരു ഡീൽ കൂടി വെക്കാം. 500 നമ്മൾ 250 രൂപ അടി 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 പറഞ്ഞ ഡീല് പുള്ളിക്ക് പറ്റില്ലടാ. നമ്മള് 2000 ഡീല് പറഞ്ഞായിരുന്നു. 2000 ഡീൽ നമ്മൾ സംസാരിച്ചായിരുന്നു. ശരി അപ്പൊ അല്ല നിങ്ങള് അത് വീണ്ടും വീണ്ടും അല്ല വേണോ അത് നിങ്ങൾക്ക് വേണോ വേണം. നമ്മൾ രണ്ടുപേരും കൂടി ഒരു 200 രൂപ ഇല്ല 300 രൂപ 500 വെച്ച് തരും. 1000 രൂപ ഇല്ല ഇത് ലാഭം. 1000 രൂപ നിങ്ങൾ രണ്ടുപേരും 1000 ആണെങ്കിൽ നമുക്ക് സാധനം കൂടെ തരും കേട്ടോ. 4500 രൂപ 4500 രൂപ തന്നിട്ട് 4500 രൂപ അത് വെക്കട്ടെ കൊടുക്കാം. വേണമെങ്കിൽ പോക്കറ്റ് ഇട്ടിക്കൊണ്ട് ജ്യൂസ് ഉണ്ട് ബ്രോ വേണമെങ്കിൽ ഇല്ല ഡ്രിങ്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് ഈ 50 കൂടെ തന്നിട്ടുണ്ടായിരുന്നു എന്ത് ഡ്രിങ്ക് ആണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ 50 ഡീലിങ് ഞാൻ തിരിച്ചെടുത്ത് ആദ്യമേ ഡീൽ എനിക്ക് സാധനം കിട്ടിയാലേ ഞാൻ തരത്തുള്ളൂ. തിന്ന 4000 രൂപ സാധനം ബ്രോ. ഞാൻ കാര്യമില്ല, അത് ബുദ്ധിപരമായി ഡീൽ ചെയ്യണമായിരുന്നു. അത് ബ്രോ പോക്കറ്റ് ഇട്ടുകൊണ്ട് കുഴിച്ചിട്ട് ബ്രോ സ്ക്രാച്ച് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? സോ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ ഫോർത്ത് റൗണ്ട്. സോ ഗൈസ് അങ്ങനെ നാലാമത്തെ റൗണ്ടിൽ 500 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. Which Kerala dam is the highest arc dam in ഇടുക്കി India? ഡാം. പറഞ്ഞാ പോലെ എന്തുണ്ടെങ്കിലും ആൻസർ ഇടുക്കിടാമെന്ന് അറിയായിരുന്നു എന്നിട്ടും ഞാൻ ഇതിങ്ങനെ വെച്ചോണ്ട് എന്റെ മൈൻഡോട് പിന്നെ ഞാനും ഇങ്ങനെ ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which Kerala lake is known as the Queen of Lakes? എമ്പനാട്. എമ്പനാട് കായൽ തിരകൾ തുടിക്കുന്നു. നെക്സ്റ്റ് വൺ. District അല്ലെങ്കിൽ പേര് പറയാട്ടോ. Which is the IT park in India located? എറണാകുളം അല്ല. IT പാർക്കാണ് തിരുവനന്തപുരം അല്ലേ? ഞാൻ വിചാരിച്ചിട്ടുണ്ട്. Which Kerala river originates from Brahmagiri Hills? യമുന. കേരളയാ അയ്യോ കേരളയാ. ഗംഗ. 3 അല്ല. എടാ കേരള റിവർ എന്ന് ചോദിക്കും കേരള റിവർ എന്നാ പറഞ്ഞത്? ആ. പെരിയാർ ഞാൻ കണ്ട ഈ ഗംഗയും യമുന എന്താ കേരള ഇതല്ലാത്ത എന്ത് തൊലി യമുന കേരളത്തിൽ കൂടി ഇല്ല. എടാ പമ്പ പമ്പാതി അല്ലേ? ആ പമ്പാതിയാ. നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞില്ലേ. 2000 500 അല്ലേ ചെക്കാരനൊക്കെ കാശ് കിട്ടി തുടങ്ങി. ഓക്കേ നെക്സ്റ്റ് വൺ. Which Kerala city is known as the city of sculptures? ട്രിവാൻഡ്രം അല്ല. തൃശ്ശൂര്. Correct. അതെ തൃശ്ശൂരാ. ഇവിടെ തന്റെ തെറ്റി. ആ വരുമ്പോ തന്നെ കൊറേ ചട്ടി മട്ടിയൊക്കെ ഉണ്ടാക്കണ കാണത്തില്ല. Who was the first chief minister of Kerala? ഒരു ഗ്ലോറുണ്ട്. അവസാനം ഒരു പാടമുള്ള സി.എം. നമ്പൂതിരിപ്പാട്. CM. അല്ല നമ്പൂതിരിപ്പാടല്ലേ? EMS നമ്പൂതിരിപ്പാട്. അതെ കറക്റ്റ് അല്ലേ? CMS. Which is the only Kerala district without a coastline or hill station? ഇടുക്കി. അല്ലടാ. വൺ. അത് പറ. ഞാൻ പറയട്ടെ പാലക്കാട്. പക്ഷെ സമയം ഒത്തിരി എടുത്തേട്ടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Who is known as the father of Indian Constitution? രവീന്ദ്രനാഥ് ടാഗോർ. അല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പൊങ്ങിയില്ല പൊങ്ങ്. ബി ആർ അംബേദ്കർ.
ഡോക്ടർ BR അംബേദ്കർ. അവൻ പറഞ്ഞല്ലോ. നീ എന്നിട്ട് പറഞ്ഞേ അംബേദ്കർ തന്നെ ഞാൻ പറഞ്ഞു. അംബേദ്കർ. എനിക്ക് വേണം എന്തായാലും. വേണോ? ഇത് അവിടെ അങ്ങനെ ഇല്ലേ? പറ്റേ മറ്റേ ആ അംബേദ്കറിന്റെ ഉണ്ടല്ലോ, അംബേദ്കർ അല്ല മറ്റേ നമ്പൂതിരിപ്പാട്. 1000 പിടിച്ചോ, പാതി ഞാൻ എടുക്കുന്നു. അല്ല അത് നീ പറഞ്ഞോണ്ടേ കിട്ടി. അത് ഈ 1000 രൂപയ്ക്ക് ഇത് നിന്റെ ഇതല്ലാണ്. 1000 രൂപയ്ക്ക് കമന്റ് സെക്ഷനെ വാങ്ങിച്ചപ്പോ ഇയാളുടെ കയ്യിൽ എത്ര ഉണ്ട്? 2900. 2900 ആണോ? എന്നാ 2900. ഇനി അയാൾ വാ തുറക്കരുത്. 2900. എന്നാ 3000. 3200. എത്ര കയറ്റി വിളിക്കുന്നത് ഡീൽ സംസാരിക്കാം. ഇവരോട് എത്ര അറിയാമോ? 9000. അപ്പൊ നമ്മൾ അടിച്ച് വെട്ടിക്ക് എത്ര അടി വെച്ചാൽ 3 ഷെയർ ചെയ്ത പരിപാടി നടക്കും. അതെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇരിക്കാം. നിങ്ങൾ 3 പേര് share ചെയ്യ്. എത്ര രൂപ വിളിച്ചിരിക്കുന്നേ? ഞാൻ 3200. 3000 ഞാൻ വിളിച്ചോളാം. 3200. 4000. 5000. 5000 കൊമ്പൻ 6000. 6000 കിട്ടിയാ പകുതി. നമ്മള് 3 ഡിവൈഡ് 7000. 9000. ആ മേടിച്ച പൈസ മേടിച്ച അതെ കേക്ക് 9000 ആരെങ്കിലും വെക്കണ പൈസ 9000-നൊക്കെ ഞാൻ വെച്ചു. മോനെ താളാ എത്ര രൂപ? എന്നിട്ട് 9000 ആക്കി തരാം. അല്ല അവന്റെ എത്ര ഉണ്ടെന്ന് പറയാം. മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. 2000. മനുഷ്യൻ ഇനി താ എടാ, എട്ടിന് നീ എന്നെ അങ്ങ് വിറ്റല്ലേ? 2900. എത്ര ഉണ്ട്? ഇത് 900. എത്രയുണ്ട്? ഇത് 2900. എൻ്റെ 3 വരുന്നവർ 2 900. 5 6 6 രൂപ. 6 ബാക്കിയിടും. 6 6 ബാക്കി 9. 6 3 9. 100 രൂപ കൂടി വരാനുണ്ട്. 100 രൂപ എങ്ങനെ? എടാ വേറെ കയ്യിലൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ പാപ്പര. കൊടുക്കല്ലേ ഇയാളങ്ങനെ പലതും കറക്റ്റ് 9 കിട്ടി. ഇനി എന്തിനാ അവന് കൊടുക്കുന്നത്? അതാണ് save ഒക്കെയാണ്. അല്ല താൻ ചെയ്തില്ലേ? 3 100 ഞാനിട്ട്. അത് കുഴപ്പമില്ല. ഇയാളുടെ എനിക്ക് നഷ്ടമാ. ഇയാളുടെ ഒരു പിശുക്കാൻ 100 രൂപ ഉള്ളു. അതിന് താ 100 രൂപ വില ഉണ്ട്. ഒഴത്ത് പോവാ. എത്ര വിളിച്ചേ? വിട്ടില്ലേ? അവന് 9000 ഞാൻ 9000 ഒരു തരം. ഇല്ല 2 3 4 5 തരം ആയാലും ഞങ്ങള് 9000 2 തരം 9000 3 തരം. തായോ ഇത് സെപ്പറേറ്റ് ആയിട്ട് 5 1 എണ്ണട്ടെ ആക്രാന്തൊന്നും വെക്കരുത് കേട്ടല്ലോ. 3 പേർക്ക് ഞാൻ തരും. 500 രൂപയ്ക്ക് അവന് കിട്ടണ എന്റെ പകുതി. ഏയ് ഇല്ലില്ല. അതിനപ്പൊ അവനൊന്നും വേണ്ട കഴിക്കാൻ. അപ്പൊ അവനൊന്നും വേണ്ട കഴിക്കാൻ. ഇവന്റെ 100 കൊടു. ആ സാധനം കിട്ടട്ടെ. 100 എടുക്ക്. വെയിറ്റ് 100 എടുക്ക് ആദ്യം. 100 കൊടു. എനിക്ക് വേണം. ഈ റൗണ്ട് വേണം. അടുത്ത റൗണ്ട് വിളിക്കാൻ വേണം. 100 എടുക്ക്. അതിൽ നിന്ന് 100 രൂപ എടുത്ത് പിടി. അങ്ങനെ അതിനകത്തൊരു 500. ആ 400 കൊടു. 500 തരും. 400 കൊടു. 500 കൊടു. 100 രൂപയ്ക്ക് എന്തിട്ടാ? ഹാപ്പിയല്ലേ? 100 രൂപ. നമ്മള് happy. ഇതെന്തോ ഇത് ഭയങ്കര വലിയ ഡീലാട്ടോ. ചിലപ്പോ നമ്മള് ഇല്ല ഇത് ഏറ്റവും വലിയ വിറ്റ് തരട്ടെ. ഞാൻ തുറക്കാം. നീ എത്ര റേറ്റ്? 3000. അവൻ 3000. അയാൾ 3000. 3000 ഇല്ലേ? നമുക്ക് 500 ഡീൽ ചെയ്ത് മണ്ട. അത് പോരിച്ചു. 3 ഈക്വൽ പാർട്ട് നോക്കട്ടെ. ഇത് 3 ഈക്വൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ പ്രോപ്പർ ഡീൽ കേട്ടോ. നമുക്കുള്ള പീസാണ്. ഗോവിന്ദന്റെ പീസാണ്. വിട് ഗോവിന്ദല്ലേ? കറക്റ്റ് മുറിക്കല്ലേ? എനിക്ക് ഓക്കെ. നമ്മളെടുത്ത് ബ്രോ ബ്രോയ്ക്ക് എന്താ നടന്നേന്ന് ഇവിടെ നടന്നല്ലോ അറിയാമോ? ഗോവിന്ദ് 3000 രൂപ വിറ്റ സാധനോ? 1000 കറയണ്ട. എനിക്ക് മധുരം ഇഷ്ടമല്ല. നമ്മളിവിടെ ബ്രോയ്ക്ക് തരാൻ നേരത്ത് ബ്രോയുടെ പീസ് 3000 രൂപയുടെ പീസ് 500 രൂപക്ക് ചെമ്പനും തുമ്പനും വിറ്റ്.
ബ്രോയ്ക്ക് 2000 രൂപ ലോസ്. ഓക്കെ അല്ലേ? 500 ബർത്തല്ലേ? അത് വെറുത്ത 500 രൂപയ്ക്ക് വെറുത്ത 9000 രൂപയ്ക്ക് 3000 ഒക്കെ വാങ്ങിച്ചവർക്കൊക്കെ വെറുത്ത. 3000 രൂപ വാങ്ങിച്ചവർക്കും ഞങ്ങൾ പറഞ്ഞതിന് പകുതി 500 രൂപയ്ക്ക് വാങ്ങിച്ചു. ഓക്കെ, അതിന്റെ ഫുള്ള് 1000 രൂപ ഉണ്ടാവുള്ള റേറ്റ്. പക്ഷെ നിങ്ങൾ 3000 രൂപ കൊടുത്തേ. അങ്ങനല്ല, നമ്മള് സത്യം പറഞ്ഞെങ്കിൽ ഇതൊരു മിസ്റ്ററി അല്ലേ? ഇതൊരു മിസ്റ്ററി ആണ്. പക്ഷെ ഞങ്ങൾക്ക് ലാഭം അത് കണ്ടിട്ടില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ ലാഭം നമുക്ക് അതെന്തുകൊണ്ടാണെന്ന് അറിയാം. മണ്ടറാട്ടുള്ള അങ്ങനെ നമ്മുടെ 5ാമത്തെ റൗണ്ടിലെ 2000ന്റെ 10 ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് പറയും. ടഫ്, Very tough. വെരി ടഫ് ആണ്. നല്ലൊരു കാര്യമുള്ളൂ. Which Indian state has the highest number of UNESCO World Heritage Sites? കേരള. അല്ല. ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട് തെറ്റ്. മഹാരാഷ്ട്രയാണോ? മഹാരാഷ്ട്ര. ഹൈദരാബാദ് അല്ലേ? Which was the first Indian satellite? Satellite പേര് പറഞ്ഞത്. അപ്പോളോ. ആ, ചന്ദ്രയാൻ. എടാ അത് ഈ റീസെന്റിൽ റിലീസ് ചെയ്തത്. ചന്ദ്രയാൻ ചന്ദ്രൻ കുറച്ച് വർഷം മുമ്പ് ചന്ദ്രയാൻ. അത് കഴിഞ്ഞിട്ട് ഭാരത് മാതാ കാണാമായിരുന്നു. ഇല്ല അറിയത്തില്ല. വിട്ടാ? ഞാൻ വിട്ടു. ഇയാള് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടൊരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. ആരാന്നാണ് ചോദിച്ചാണേ? ആരാന്നാണ് ചോദിച്ചത്? അതിന്റെ പേര്, അല്ല ഈ പേര് രാമാനുജ. അല്ല, ആ വ്യക്തിയുടെ പേരും ഈ സാറ്റലൈറ്റിന്റെ പേരും സെയിം ആണ്. അതല്ല പറഞ്ഞ രാമാനുജ. ഈ മാത്തമാറ്റിക്സിൽ അത് ബാക്കിൽ മറ്റേ പോണിട്ടയിലൊക്കെ ഉള്ള പുള്ളിയാണ്. പൂജ്യം കണ്ടുപിടിച്ചാരാണ്? പൂജ്യം കണ്ടുപിടിച്ചാരാ? രാമാനുജൻ. പൂജ്യം കണ്ടുപിടിച്ചാരാ? രാമാനുജൻ. പൂജ്യം കണ്ടുപിടിച്ചാ? പോണിട്ടയിലുള്ള പൂജ്യം കണ്ടുപിടിച്ചേ. അയ്യോ, അയാളുടെ പേര് എന്താ പഞ്ചവൻ പാരി? 5 പേരും മറ്റേ ഇതിനകത്ത് നൻപൻ സിനിമയ്ക്കകത്ത് അവന്റെ പേരല്ലേ കൊസസി പസപ്പോൾ പഞ്ചവൻ പാരി. ആര്യഭട്ട്. അതല്ല ഇവിടെ Which Indian scientist is known for discovery of Raman effect? ഞാൻ കേട്ടിട്ടുണ്ടേ. രാമൻ എഫക്ട് എവിടെയോ കേട്ടിട്ടില്ലേ? രാമൻ എഫക്ട് കണ്ടുപിടിക്കുന്നത് രാമൻ തന്നെ. അല്ല. രാമൻ. രാമൻ എഫക്ട്. രാമൻ എഫക്ട് ആണല്ലോ. സോ രാമനാണല്ലോ ആൻസർ. ദർഗോ. രാമൻ discovery ചിലവര് കണ്ടുപിടിക്കുന്നവർ അവരവരുടെ പേര്. പേരിടൂലോ. ഇപ്പൊ ഞാൻ ഒരു സാധനം കണ്ടുപിടിച്ചാൽ ജക്ടർ എഫക്ട് പോയത്. അജയ് എന്നുള്ള പേരിടില്ല. അജയ് ഏതായാലും ഫോർത്ത് ക്വസ്റ്റ്യൻ. Which Indian classical dance originated in Andhra Pradesh? മോഹിനിയാട്ടം. അല്ല. ഭരതനാട്യം. അല്ല. കുച്ചിപ്പുടി. ഓടോ എന്റെ മനസ്സിൽ കുച്ചിപ്പുടി. എന്റെ മനസ്സിൽ കുച്ചിപ്പുടി. Who was the first Indian woman to go to space? കൽപ്പന ചൗള. എടുത്തോ. Which is the cleanest river in India? പമ്പ. അല്ല. ഗംഗ. അല്ല. യമുന. അല്ല. അല്ല. ഗോദാവരി. അല്ല. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തിലുള്ള ഒരു സ്റ്റേറ്റിലാണ്. ഒരു ക്ലൂവും കൂടെ തരാം. ചിറാപുഞ്ചി ഉള്ള സ്ഥലമാണ്. സ്റ്റേറ്റ് പറഞ്ഞാൽ മതി. മേഘാലയ. ചിറാപുഞ്ചി മഴയത്ത് ചിലാവഞ്ചി തുഴയത്ത് ചിറാപുഞ്ചി മഴയത്ത് ഏതാ നദിയുടെ പേരെന്താ? ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴയത്ത്. Which Indian river forms in Dhuandhar waterfalls? ദ്വാന്താർ. Waterfalls. ഗംഗ. അല്ല. ഇത് മാത്രമല്ല. ദ്വാന്താറിന്റെ ഞാൻ വിചാരിച്ചു വല്ല ചൈനയിലുള്ള ഇതായിരിക്കുന്നത്. അപ്പൊ ഗംഗയാണെന്നല്ലോ അല്ലേ? ബ്രഹ്മപുത്ര. അല്ല. യമുന പറഞ്ഞു. ഗോദാവരി ഗോദാവരി. അല്ല. ഒരു ചാൻസ് വേണ്ട. ഏതെങ്കിലും ഒരു നദി ഇറങ്ങിയാ പറഞ്ഞു. അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി സത്യം പറയാൻ വലിയ ഫെമിലിയർ അല്ല. നാ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നായാണോ? നർമ്മദ. എന്റെ തീർക്കാൻ പറ്റില്ലേ? കിട്ടുന്നുണ്ട്. ഓർമ്മ വരുന്നുണ്ട്. Which is India's first dedicated space museum located? മുംബൈ. അല്ല. എടാ അത് റോക്കറ്റ് വിക്ഷേപിക്കുന്നടാ. അല്ല. മുംബൈ. അല്ല.
ഞാൻ മുമ്പേ പറഞ്ഞേ. മുംബൈയിലാണ് പറഞ്ഞേ. ഗുജറാത്ത്. ഇയാളെ മുംബൈയിലല്ലേ പറഞ്ഞേ? ഡൽഹി. ഹൈ ആയിട്ടുള്ള സ്ഥലം. ഹൈദരാബാദ്. മണ്ട. ഞാൻ പറഞ്ഞില്ല ഹൈദരാബാദ്. ഹൈ ആയിട്ടുള്ള സ്ഥല. ഞാൻ എല്ലാം ആലോചിച്ച് ഒട്ടന്മാർക്കൊക്കെ പെട്ടെന്ന് ജമ്മു ആൻഡ് കാശ്മീർ. പറഞ്ഞ സ്റ്റേറ്റ് അല്ല പറയാൻ പറഞ്ഞ. ഹൈദരാബാദ് പിന്നെ എന്താ ഗുജറാത്തിലാണ് ഹൈദരാബാദ്. എന്നാ അല്ലേ? എന്നാ പറഞ്ഞേ? ആണോ? ഗുജറാത്തില് ഗുജറാത്തിനടുത്താണ് ഹൈദരാബാദ്. ആണോ? ഗുജറാത്തിലെ ഹൈദരാബാദ്. Who coined the term Satyagraha? Who coined? ഗാന്ധിജി. 3 സെക്കൻഡ് കഴിഞ്ഞില്ലേ? പിന്നെ 1 2 1 താൻ 1 ഇവിടെ എണ്ണുന്നുണ്ടായിരുന്നു, ഞാൻ കേട്ട്. 1 എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഗാന്ധിജി എന്ന് പറഞ്ഞു. Which Indian state has the highest number of national park? കർണാടക. അല്ല. കേരള. അല്ലല്ലേ? എനിക്കറിയാൻ മേലത്. കൊൽക്കത്ത ഒരു മുംബൈ പറഞ്ഞോ? കൊൽക്കത്ത പറഞ്ഞ ഇയാൾക്കൊന്നും പോകാനല്ലോ. കൊൽക്കത്ത നോക്കി പറ. അല്ല. മുംബൈ. അല്ല. ഇന്ത്യയുടെ നടുക്കായിട്ട് വരും. വെസ്റ്റ് ബംഗാൾ. സൂപ്പർ. രാജസ്ഥാൻ. ആന്ധ്രാപ്രദേശ്. മധ്യസ്ഥാനത്തോ? അപ്പൊ മധ്യപ്രദേശ്. മധ്യപ്രദേശ്. കൈവക്കി പറഞ്ഞില്ല, കൈവക്കി പറഞ്ഞോ? കായ്പൊക്കെ തന്നെ പറഞ്ഞേ. തന്നെ അവിടുന്ന് കൈവക്കി. നിനക്ക് 500 മതി. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ബിഡിങ് തുടങ്ങിയല്ലോ. അപ്പൊ തുടങ്ങിക്കോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ബിഡിംഗ് സ്റ്റാർട്ട്. 50 രൂപ. 50 100 100 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഞാൻ ബിഡ് ചെയ്യുന്നില്ല. 400 പറഞ്ഞു. 500 600 700 800 900 2000 2200 2300 2400 4000. ഞാൻ കഴിഞ്ഞു. 4200 തെണ്ടിത്തരല്ലേ? 5000 5500 6000 6500 അതൊരു പോക്കായിരുന്നു. നിങ്ങൾ 7500 നിങ്ങൾ രണ്ട് എത്ര ആണ് വിളിച്ചോ? കൂടുതൽ ഇടുന്ന ആൾക്ക് കാശ് ഞാനോ? 7500 8000 8000. 8000. ഇപ്പൊ confusion. 8500 8500. 9000 9000. അപ്പോ 9000 ഒരു തരം, 9000 രണ്ട് തരം, 9000 മൂന്ന് തരം. ആരും വിളിക്കാനില്ലല്ലേ? നിങ്ങൾക്ക് ആരും വിളിയില്ലല്ലേ? ഞാൻ ഡീല് സംസാരിക്കണം. ഞാൻ 9000 മേടിച്ചാനാ. അപ്പൊ 400-500 രൂപ ഞാൻ പാതി തരാം. ഡീൽ. ആരാ ഡീൽ? എനിക്ക് ബ്രോ അവിടെ കൂടിയതാ. ഞാൻ ഡീല് ഞാൻ ആദ്യം ഇവിടെ ചോദിക്കട്ടെ. ഇവിടെ ഡീല് തരാൻ ഞാൻ ഡീല് പറഞ്ഞതാ. 5-ന് ഓക്കെ. 5-ന് ഞാൻ ഇവിടെ ഡീൽ ചെയ്ത്. അതിന്റെ പകുതി 3000 ഞാൻ എടുക്കാം. ഇല്ല ബ്രോ. 3000 എടുക്കാം. 3000 എടുക്കോ? ഇവന്റെ പകുതി എടുക്കുന്നത്. ആ പകുതി അതല്ല, നിനക്ക് നീ ഓൾറെഡി പകുതി 5000 നിനക്ക് കിട്ടണ പകുതി ഇല്ലേ, അതിന്റെ പകുതി തന്നാ മതി. 3. ഞാൻ ബ്രോയ്ക്ക് 5. 3000. ഇവന് 5000 കൊടുക്കും. 5000 ഓക്കെ ഡീൽ. ഞാൻ ഡീൽ 9000 വെക്ക്. നീ 9000 വെക്ക്. ഞാൻ 9000 വെക്കണ്ടേ? 2 4 6 8 കാശൊക്കെ എടുക്കണ അവിടെ നിന്ന്. അത് കൊണ്ടോട്ടെ. 100 രൂപ ഡീല്. തുറക്കട്ടെ. ബ്രോ എനിക്ക് ഞാൻ പൈസ കൊടുത്ത് പിടിച്ചാ എനിക്ക് കുറച്ച് അറിയാം. ബ്രോ എത്ര രൂപ എടുത്തേ? 9000. 9000 KFC കൊമ്പം വിളിച്ചെടുത്ത എന്താണെന്ന് നോക്കട്ടെ. തുറക്കൂ ബ്രോ. 9000 KFC കൊമ്പം വിളിച്ചെടുത്ത ഫുഡ് കുഴപ്പമില്ല. പക്ഷെ 3000 രൂപയ്ക്ക് തിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വട്ടത്തി ഞാനിത് പാതി കഴിച്ചിട്ട് തന്നാ പോരെ? മതി. അല്ല പകുതി ചെയ്തിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തോളാം. എന്റെ കാൽഭാഗം ഞാൻ പെട്ടെന്ന് കഴിച്ചേക്കാം. അല്ല അത് ഞാൻ തരാം. അല്ല അത് നമ്മള് കഴിച്ചിട്ടില്ലേ? ഞങ്ങള് അതിനെ ശരി. ഡീലർ സത്യം പറഞ്ഞ തേർഡ് ഡീലർ പിച്ചക്ക. ഓരോ ഡീലായിരിക്കണം. ബിസിനസ്സിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമ്മളൊരു സാധനം തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഒരു സ്പൂൺ ഞാൻ തരാം. എത്ര? 2000. അതിനേക്കാൾ കുറവ് ഞാൻ തരാൻ. 1000 രൂപയ്ക്ക് 900 രൂപയ്ക്ക് 900 ഞാൻ തരും. ഇത് 700 രൂപ തരാം. ഞാൻ മേടിച്ചു. ഡീലടിച്ചു. ഇത് കഴിച്ചേ. ഞാൻ അപ്പത്തേക്കും പൈസ എടുത്ത് ബാലൻസ് തരാം.
എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മൂഞ്ചില്ലേ നീ വേണ്ടി മേടിച്ചു ചോദിച്ചു മൊത്തം. ഒരു 2000 ഞാൻ ചില്ലറ എടുക്കണ്ടേ? ഞാനിത് ആലോചിക്കുന്നത് ഇതെങ്ങനെ ഷെയർ ചെയ്യുന്നു. ബ്രോക്ക് ബിസ്ക്കറ്റ് ഏതാത്താ അതാ മതി. പറ്റില്ല ചീറ്റിംഗ് ആണ്. അടുത്ത ഡീലിംഗിൽ ഇതൊക്കെ പോകും കേട്ടോ. ബിസിനസ്സിൽ ചീറ്റിങ്ങും അല്ല. അടുത്ത ഡീലിംഗിൽ ഇവിടെ ഉണ്ട്. ഈ ബിസിനസ്മാൻ ചീറ്റാന്ന് ബാക്കിയുള്ളവരെ മനസ്സിലാക്കി ഡീലിംഗ്സ് കിട്ടില്ല കേട്ടോ. ഡീലിംഗ്സ് കിട്ടില്ലേ? ഇനിയില്ല, ഇനി അതിലില്ല. ഇനി അതില് വേണമെങ്കിൽ സോ ഗൈസ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് റൗണ്ടിലേക്കാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ് അപ്പോൾ 2000 രൂപയുടെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. Which is the largest desert in the world? രണ്ടുപേരും സെയിം ടൈമിലാവും. അക്കരയ്ക്ക് ബോക്കുട്ടോൾ പറഞ്ഞ് ഇപ്പൊ ഇവനെ Stone, paper, scissors. ആദ്യത്തെ 3 സ്റ്റോൺ പേപ്പർ സിസർ. 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 രാജസ്ഥാൻ. ഇനി ഏത് മരുഭൂമി? രാജസ്ഥാൻ മരുഭൂമി. മരുഭൂമി രാജസ്ഥാൻ. സഹാറ ഡെസേർട്ട്. പറഞ്ഞില്ലേ? ഓണാ പോട്ടെ അത്ര ഉള്ളു എനിക്ക്. സ്ക്രാച്ചിൽ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. Who is known as father of modern physics? ഐസക് ന്യൂട്ടൺ. അല്ലല്ല, അയ്യോ മറ്റേവൻ. അയ്യോ തോമസ് ആൽവ എഡിസൺ. അല്ല, എന്ത് പൊട്ട അതല്ല. എന്താ ഞാൻ പറഞ്ഞ എനിക്ക് 1000 തരുമോ? അതിന് നിക്ക് ഞാൻ പറഞ്ഞുതരാം. 500 തന്നാ മതി. 500 തന്നാ മതി. അത് കറക്റ്റ് ആയ രീതിയില്ല. നോക്കിയോ, എന്റെ ആയിരിക്കും കറക്റ്റ്. ആയിരം പറ, ഞങ്ങറിയത്തില്ല. എന്ത് തോമസ് ആൽവ എഡിസൺ ബൾബ് ഇൻവെന്റ് ചെയ്ത കണ്ട ഞാനല്ല. അപ്പൊ 1000 അടിക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഞാൻ പറഞ്ഞ വാങ്ങിയതല്ല. അത്രേ ഉള്ളൂ. Which continent has the most countries? ഏഷ്യ. യൂറോപ്പ്. തെറ്റാ, രണ്ടും തെറ്റാ. രണ്ടും തന്നെയാ. ആ. ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ടെ എനിക്ക് 500 തന്നാ മതി. ഞാനാ പറയണേ. പറഞ്ഞോ വേഗം പറയും. ആഫ്രിക്ക. ആഫ്രിക്ക. ഡീൽ. അതിന് കൊടുക്കുന്നു ഉറപ്പ് പറഞ്ഞാല്. ശരി ഓക്കെ. വേണ്ട മറ്റേ നല്ല തെഞ്ചിട്ടല്ലേ അപരാധം കേൾക്കും. 500 പറഞ്ഞ 500 അടിയിൽ വെച്ചത്. ആയിക്കോട്ടെ. എന്തിനാ സെന്റ് അടിക്കണേ? എന്തിനാ സെന്റ് അടിക്കണേ? 1000 തരായിരുന്നു. Which is the smallest country in the world? മാൾട്ട. അല്ല. സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. പത്തിക്കാൻ. Which is the deepest ocean in the world? പസഫിക് ഓഷ്യൻ. ഇതെന്താ പറഞ്ഞാ മതിയായിരുന്നു. Let's start the bidding. 1000. 2000. വിളിച്ചോ. 2500. 3000. 4000. 6000. 7000. തെണ്ടിത്തരല്ലേ ഇത് ചെയ്തത്. 8000. 8000 കൊമ്പൻ. 8500. 8500. 9000. 9000. 9000 കൊമ്പൻ. 9000 കൊമ്പൻ. 9000 കൊമ്പൻ 2 തരാം. 9000 കൊമ്പൻ. കൊമ്പൻ 3 തരാം. വിളിക്കണ്ട, ആരും വിളിക്കണ്ട. ഇല്ലല്ലോ. ഗൈസ്, അപ്പൊ ക്രൂ ഒരു പ്രത്യേക ഇത് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി മുതൽ തുറക്കുന്നതിന് മുമ്പ് മാത്രമേ ഡീൽ സംസാരിക്കാൻ പറ്റും. 3000 രൂപ മതി. പകുതി. 3000 രൂപയ്ക്ക്. ഇത് ഞാൻ ഡീൽ വെക്കണം ആലോചിക്കണേ. എത്ര ഉദ്ദേശിക്കണേ? 500. 5 5 5 5 5 5 5 5 കിട്ടൂലല്ലോ. 500. 6 പകുതിയായിടാം. 500. എന്റെ 3000 ഉണ്ട്. അത് 500. ഇവിടെ 750. 500. 6000. ബ്രോ എന്നിട്ട് അവന് കൊടുക്കാനാണോ? 3 സെക്കൻഡ് കൂടെ ഓക്കെ. ഓക്കെ. 6. ഓ, ഞാൻ വെക്കണല്ലേ? 6 ബാക്കി. അയ്യോ, ഇത് വല്ല പണിയാണ്. ഇതെന്ത് എന്റെ മനസ്സപ്പോഴേ പറഞ്ഞു പണിയാ മേടിക്കണ്ട. നിങ്ങൾ എങ്ങനെ ഡീൽ വെച്ചാണ്? അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. അതെന്താ പറഞ്ഞത്? എനിക്ക് നഷ്ടമായി. ഇവ 2500 ഇവ 2500 എത്ര രൂപ മേടിച്ച്? 9000. 9000 രൂപയ്ക്ക് കൊമ്പ് മേടിച്ച ഐറ്റം നോക്കട്ടെ. തുറക്കടി.
ഗുഡ് 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 എനിക്ക് അങ്ങനെ ആക്കല്ല പകുതി ആക്കാം ആദ്യം അത്. പകുതി ആക്കും അത് ഞാൻ നോക്കട്ടെ പീസ് നോക്കട്ടെ ഇല്ല പിന്നെ ഞാൻ ചോറ് മാത്രം തരാം. എന്തുണ്ടെങ്കിലും പീസ് ആണെങ്കിലും പകുതി വരണേ. അങ്ങനെയൊന്നുമില്ല. അത് ഞാനൊരു പീസ് അങ്ങ് തരും അത് കഴിച്ചപ്പോ പീസ് ഇത്രേ ഉള്ളൂ. മാറ്റി 2 പീസ് ഉള്ളൂ ഇതിനകത്ത്. ആ അപ്പൊ ഇത് നിങ്ങൾ എടുത്തോ. ഇത് പ്രൈസ് കുറവാണ്. 7 രൂപക്കുള്ള മുതലൊന്നും ഇല്ലല്ലോ. ഇതാ പാതി. ഉറപ്പാണോ? ആ ഇതാ പാതി. ഇത് പകുതി ഇങ്ങനെ ഇത് ഇങ്ങോട്ട് തള്ളി ഇട്ടിട്ട് എന്റെ നിന്ന് മാറാൻ നോക്കല്ലേ. സോറി തള്ളിയിട്ടിട്ട് വാരം നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കള്ളതല്ലേ. ഇതേ കൊമ്പാച്ചന്റെ ഒരു അരിമണി അങ്ങോട്ട്. A few moments later. സോ ഗൈസ് നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ഗൈസ് 2000ന്റെ വീണ്ടും 5 ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. Which country invented paper? ഓ ചൈന. ആണ് ചോദിച്ച ക്വസ്റ്റ്യനാ. Which country is famous for Great Barrier Reef? Barrier Reef. ബാരിയർ റീഫ് എന്താ? അയ്യോ എന്താ അറിയത്തില്ല എനിക്ക്. ബാരിയർ റീഫ് എന്താ? അതല്ലേ അറിയത്തില്ലെന്നോ. Okay, clue തരാം. ആ രാജ്യത്തിന്റെ ദേശീയ ആനിമൽ കങ്കാരു ആണ്. വിക്ടർ. ഓസ്ട്രേലിയ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എടുത്ത് പെട്ടെന്ന് കിട്ടും. പിന്നെ ഇത് പറയുമെന്ന് വിചാരിച്ചാ. ക്യുക്ക് ലൈക്ക് എ സ്നേക്ക് ജെക്ടർ. What is the official language of Brazil? പോർച്ചുഗീസ്. Mount Everest lies between which two countries? നേപ്പാൾ ആൻഡ് ഇന്ത്യ. അല്ല. ചൈന. ഇന്ത്യ ചൈന അല്ലല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. What is the largest island in the world? Greenland. Greenland. 500 എടുത്തോ. വിട്ട് സ്റ്റാർട്ട് ചെയ്തോ. 200. 1000 2000. 3000. 4000. സാറേ 4200. 4200. 4300. 500. 600. 5000. 800. 5800. 6000. 6200. 7000. 8000. ഉണ്ടത് ആ. കാണിച്ചേ. 8000 ഉണ്ടല്ലോ. ഇല്ലല്ലോ. ബ്രോ ഉണ്ടല്ലേ? 8000 ഇല്ല. ഞാൻ ഇപ്പൊ കൊടുത്തു 2000. ഞാൻ ഇപ്പൊ 2000 കൊടുത്തു. പറ 8000 വിളിച്ചേ. 8200. 2200. 8200. വെയിറ്റ്. നീ വിളിച്ചു. 2400. 8500. നമ്മളെ മേടില്ലേ 8500. 9000. താനേ ഏതോ പറയാൻ 5000 വിളിച്ചേ. 5000 വിളിച്ചു. നമ്മള് 50,000 വിളിച്ചു. ഉണ്ടോ? എന്നാ വിളി. എത്ര ഉണ്ട് ബ്രോയുടെ 22? എന്റെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം നീ അറിയേണ്ട ആവശ്യം എന്താ? നീ അറിയേണ്ട ആവശ്യം നേരത്തെ അവൻ പറഞ്ഞ ആവശ്യം വേണ്ട. എന്നോട് ആരും കൂടണ്ട. 10000 തരാം. 10000 തരാം. 10,200. 10,300. 10,400. 10,700. 10700. ഇനിയില്ല അവരില്ല. ബ്രോ ഇതൊന്നും തരാൻ പറ്റത്തില്ല. ബ്രോ എങ്ങനെ ബ്രോ 1700. നമ്മള് 3 പേര് ഈക്വൽ ആയിട്ട് ഇരിക്കില്ലേ? അവിടെ പാതി കൊടുക്കില്ലാന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ടാ? മാന്യമായിട്ട് ഡീൽ ചെയ്ത് നീ പൈസ എത്ര തന്നോ? ഞാൻ മാനുവ ഡീൽ ചെയ്തു. എന്നിട്ട് മറ്റേ റോഡ് എടുത്തിട്ട് നീ നോക്കാം. അത് കഴിഞ്ഞാൽ ഈ ചാലഞ്ച് ഇതാ പറഞ്ഞ കസ്റ്റമർ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഏറ്റവും നല്ല ഡീൽ ഞാൻ തന്നിരിക്കും. എന്തായാലും പകുതിയേക്കാളും കുറവ് ഞാൻ തരത്തില്ല. പകുതിയേക്കാളും കുറവ് ഞാൻ തരത്തില്ല. ഓക്കെ അല്ലേ? എത്ര ഉണ്ടെന്ന് എണ്ണിയ നിങ്ങൾ എത്ര പറഞ്ഞു? ഞാനില്ല. ബിഡ് ചെയ്ത് അപ്പം 10000 ഞങ്ങൾ ഉറപ്പിച്ചു. 10000. Sold to company. വൃത്തിയായിട്ട് ബിസിനസ്. തെണ്ടിത്തരല്ലേ? 15,000 വെക്കണേ. 12, 14, 15. നിനക്ക് ഡീൽ വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. 500 രൂപയ്ക്ക് 500 രൂപയ്ക്ക് നീ ഒന്ന് മണത്തിട്ട് പോകാം. 15,000 അല്ലേ? 15,000 രൂപയ്ക്ക് KMC കൊമ്പിന്റെ ടീം എടുത്ത് ഐറ്റം നോക്കട്ടെ. ഞാനൊരു വില കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ കണ്ണടി പിടിക്കാൻ പോട്ടാ. ഞാൻ കണ്ണ് തുറന്നു പിടിക്കും. നിന്റെ ഒരു പങ്കില്ലേ അതിനെന്തെങ്കിലും മാന്യമായിട്ടുള്ള രീതിയിലുള്ള സെല്ലിംഗ് ഉണ്ടെങ്കിൽ പറഞ്ഞു. 5,500 ആണെങ്കിൽ ഇപ്പൊ കൈ കൊടുക്കും. 5,500 ആണെങ്കിൽ കൈ കൊടുക്കും. ഡീല് കഴിട്ടെ ഡീല് 5,500 വേണ്ട 6 6 വേണ്ടെങ്കിൽ
എനിക്ക് വേണ്ട 500 ഓക്കെ. അല്ല അത് കഴിഞ്ഞിട്ട് തരാം. ഡീല് കൊടുത്തു, കാശ് ഡീല് കൊടുത്തു. മണ്ണത്തരോ താനീ കാണിച്ചിപ്പോ 2 4 5 തുറക്കും. ഞാൻ പറഞ്ഞു മണ്ടത്തരാ കാണിക്കുന്നേന്ന്. 15,000 രൂപയ്ക്ക് 2 കാഷ്ടം മേടിക്കാനാണോ? ഞാൻ ഇത്ര നിറക്കി ചോദിച്ചതിനാണോ? 500 രൂപയല്ല. 5ന് വേറെ ഡീലുണ്ടോ? പുള്ളിയാരെന്റെ താൻ എന്റെ വാക്ക് കേട്ടോ, അത് തന്നെ തനിക്ക് വേണം. ഇതേ 15,000 രൂപയാണെങ്കിൽ ഇതിനൊരു ഇതുണ്ട്. ഇത് ആകാശം പൊട്ടി നല്ല പൊട്ടി നല്ല ജ്യൂസി ഇതിന്റെ തേനെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങള് തേനുകളിൽ നിന്ന് ചെന്ന് എണ്ണം പിടിച്ചിട്ട് പിടിഞ്ഞെടുത്ത സാധനമാ. അതിനെ പിടിച്ച് ഞെക്കി പറഞ്ഞോ തേനെ പിടിച്ച് പ്ലഗ് 6,000 കൊടുത്ത് മേടിച്ചല്ലേ ബ്രോ? സെലക്ട് 100 രൂപയ്ക്ക് മതിയോ? അത് മതിയാ? നീ എഴുതാ. ഓ സിംഗിളായിട്ട് കഴിക്കുമ്പോൾ നല്ല ഡിഷ് അല്ലേ? ഓ നല്ല സങ്കടം ഉണ്ടല്ലോ. എല്ലാരും പിടിച്ചിട്ട് നമ്മള് പറഞ്ഞു ഇതിന്റെ അഡ്വാൻറ്റേജ് അതാ. So guys, let's go to next round. അതെ, ഒരു പ്രാവശ്യം തരുമിട്ട് വെക്കാൻ പാടുള്ളൂ. കണ്ണീര് പോരട്ടെ. ആരും ആഗ്രഹിക്കാത്ത ജയം. പരാജയം ഞാനാഗ്രഹിക്കും. ആണോ? കൊടു. ഞാൻ അവനെ ഇയാളുടെ കണ്ടു. വഴുവഴുപ്പുള്ള രാജ്യം. ഗ്രീസ്. ഒന്ന് ഓണാക്കി. ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ. 1 2 അവനെ അയാൾ തന്നെ. കഴിഞ്ഞു. പോക്കറ്റ് അടിക്കാരൻ. ടൈലർ. നല്ലത്. ഞാൻ മനസ്സിലാക്കി പെട്ടെന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം. സ്വപ്നം. ഞാൻ പറഞ്ഞതും സിമിലാരിറ്റിയാണ്. ഏതാ ഭവനം. പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി. കൺമശി. നീ എന്തിനാ പറഞ്ഞേ? 28 ദിവസങ്ങളുള്ള മാസം ഏതാണ്? ഫെബ്രുവരി. അല്ല, എല്ലാ മാസവും ഉണ്ട് 28. മണ്ടൻ. ഏറ്റവും ചെറിയ ഡ്രൈവർ. സ്ക്രൂ ഡ്രൈവർ. നീ കൈ പേടിച്ചു. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കാൻ കഴിയുന്ന അക്ഷരം. ക്യൂ. Yes. തോലി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സിംഹവും പുലിയും ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ കാരണം എന്താണ്? പുലി ജയിച്ചോണ്ട്. Yes. മണ്ടൻ. ബിഡിങ് സ്റ്റാർട്ട്സ് നൗ. ഞാൻ വിളിക്കാം. 1000 2000 3000 4000 4500 5000 6000 6200 8200 8400 9000 9000 9200 9300 വിളിക്കുന്ന 9300 വിളിക്കുന്ന 9300 വിളിക്കുന്ന 9300 9300 9300 10000 10000 10000 12000 തരാ ഉള്ളത് 13000 13000 14 വന്നല്ല 15 16 17 18 18 100 18 300 18 400 18 400 18 500 18 600 18 600 കൊമ്പൻ. ഒരു തരം ഇല്ല 18 ഒരു തരം 3 തരം 4 6 8 10 12 14 15 16 17 ഉണ്ട് 18 400 600 800 850. 18 600 വെക്കി കറക്റ്റ്. ശരി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഡീലുണ്ടോ? ഡീലാ ഡീലുണ്ടോ? 10000 രൂപയ്ക്ക് എന്റെ ഭാഗം 10000 രൂപയ്ക്ക് നിന്റെ ഫുള്ള് വെക്കണ്ട. ശരി, ഡീൽ. ഡീലല്ലേ? 10000 വേണോ? നിന്റെ എന്റെ ഫുള്ള് അവിടെ 10000 അല്ലേ? ശരി.
വേറെ ഡീലൊന്നുമില്ല ഇനി ആർക്കും ഡീൽ വെക്കാനില്ലല്ലോ ഇവിടെ പൈസ പറ്റത്തില്ല. ഓ ബ്രോയുടെ പൈസ ബ്രോയുടെ പൈസ തിരിച്ചെന്നല്ലേ ബ്രോയ്ക്കാണെങ്കിൽ പിന്നെ തുറക്കാല്ലേ ബ്രോ തുറന്നു ഞാൻ പറയട്ടെ ഞാനിത് ഗസ് ചെയ്യുന്നത് എന്താ പറയട്ടെ പച്ചമുളക് ബ്രോയോ ഞാൻ guess ചെയ്യാം. ഷവർമയോ ഷവർമ ഷവായി ശവായി സവായി ഇത് വർമ്മയെന്നും ആയിന്നുണ്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് വർമ്മകളിൽ വർമ്മ വർമ്മകളിൽ ഷവായി 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 ഞാൻ ഹാപ്പിയാണ് ബ്രോ ബ്രോ പതിനായിരം വെച്ച് എന്ത് ചെയ്യാൻ പോണേ ആണല്ലേ ഇപ്പൊ തന്നെ കൊണ്ട് താങ്ക് കേട്ടോ. അല്ല ഞാൻ ചോദിക്കട്ടെ ബ്രോ 10,000 മറിച്ചത് ഇതിപ്പോ എന്ത് ആ 10,000 രൂപ എന്ത് ലാസ്റ്റ് റൗണ്ട് ആയിരിക്കും ബ്രോയ്ക്ക് അറിഞ്ഞൂടായിരുന്ന നമ്മളൊരു ഗസ്റ്റ് വേണം ഇത് ലാസ്റ്റ് റൗണ്ട് ഞാൻ 3 റൗണ്ട് ആയിട്ട് ലാസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് പാർട്ണർ സെക്കൻഡ് പാർട്ണർ ഷവായി അല്ലേ ക്വാർട്ടർ ഷവായി ആയിരുന്നു കുറച്ച് ബ്രോയ്ക്ക് കാലിലെ എനിക്ക് കാലിന്റെ പീസ് മതി കോൺട്രാക്ട് പ്രകാരം ഫസ്റ്റ് പേഴ്സൺ കൊണ്ടു കഴിഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ ഉള്ള പേഴ്സൺ കഴിഞ്ഞിട്ടാണ് തേർഡ് അവകാശം അങ്ങനെയാണ്. ജക്കു ഇതിനകത്ത് മെയിൻ വരുന്നത് ഞാൻ പൈസ കുറച്ച് കിട്ടുള്ളൂ, ഞാൻ 2,000 രൂപ ഇട്ടിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിനക്ക് അതിനുള്ള കിട്ടത്തുള്ളൂ. അല്ല ഇവിടെ ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈക്വൽ അയ്യോ നമ്മുടെ ഡീൽ എങ്ങനെ അറിയാവാ നമ്മൾ രണ്ടുപേരും കൂൾ എടുത്തേക്കുന്നേ അപ്പൊ നമ്മൾ അതേ ബാധ എടുക്കും എടുത്തിട്ട് ബാക്കി ഇയാൾക്കുള്ളത് നമ്മൾ വീതിച്ചു 2,000 രൂപ ഇട്ടിട്ടുള്ളൂ. എനിക്ക് എന്റെ പോഷൻ വന്നാൽ മതി. ബ്രോ അതാ പറഞ്ഞേ എനിക്ക് ലെഗ് പീസ് മാത്രം മതി. മതി എനിക്കത് മതി. കാരണം മറ്റേ പീസ് ഞാൻ എന്തായാലും കഴിക്കത്തില്ല. അതുകൊണ്ട് 2,000 രൂപയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ ബ്രോ. ഇത് അല്ല എനിക്കത് മതി. ഇതാണ് ഇത് നീ എടുത്തോടാ എനിക്ക് ഇത്ര മതി. കുബൂസും കാണാം കേട്ടോ. ആ കുബൂസ് നമ്മൾ ഡീൽ വെച്ചല്ല കുബൂസ് ഡീലുണ്ട്. ഞാൻ എടുത്തിട്ട് നമുക്ക് അയ്യോ പോസ്റ്റ് നിങ്ങൾ എടുക്കുന്നല്ല ഞങ്ങൾ തരും. 2,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. 10,000 രൂപക്ക് എല്ലും കഷ്ണം മേടിച്ചോണ്ട് പോകുന്നു. എന്താ പറയുക നെട്ടിക്കൽ ഷവായി കഴിഞ്ഞില്ലേ ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു? ചലഞ്ച് കഴിഞ്ഞില്ലേ? ചലഞ്ച് കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ ബാങ്ക് കിട്ടില്ല ദൂരെ ചലഞ്ച് കഴിഞ്ഞോ? എന്റെ ഹീറോ എന്ന് പറയുന്നത് ഈ ബ്രോ ആണ്. 5,000 രൂപ കൊണ്ടിട്ട് 3,000 രൂപ ബിസിനസ് പഠിക്കേണ്ട കാര്യം ഒറ്റത്തോടെ അബദ്ധം പറ്റുള്ളൂ. അതിന് കൂടി അയാൾ 10,000 തിരിച്ചു കിട്ടി. 5,500 നല്ല ഇയാൾ ഉറപ്പിച്ചായിരുന്നു. അതേപോലെ ലാസ്റ്റ് റൗണ്ടിൽ 10,000 മേടിച്ച് ക്യാഷ് മാത്രം കയ്യിൽ വെച്ച് ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഭാവി പരിപാടി ഓപ്ഷൻ 4 വെക്കാന്ന്. ഇതുകൊണ്ട് ലുലുമാളിന്റെ ഒരു ഷെയർ മേടി. ഫുഡ് ഓപ്ഷൻ ചാലഞ്ച് 4 ബ്രോയ്ക്ക് പൈസ തരണോ? അടുത്ത പ്രാവശ്യം നോക്കിയിരുന്നോ? 4 കോടിയല്ലേ? അപ്പൊ ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? ചലഞ്ച് എത്ര പൂജ്യം ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? 4 കോടിയിൽ എത്ര പൂജ്യം ഉണ്ട്? ബ്രോ അതൊക്കെ അവൻ അറിയത്തില്ല, തനിക്കും അറിയത്തില്ല. എനിക്കറിയാം 10 പൂജ്യം. എടാ മണ്ടേ 7 പൂജ്യം 10 പൂജ്യം 7 പൂജ്യം എടാ ചലഞ്ച് കൊള്ളായിരുന്നു. ബ്രോ ചലഞ്ച് ബ്രോ സത്യം പറഞ്ഞ അവന്റെ കൂടെ കൂടിയാൽ നമ്മുടെ എനിക്കറിയില്ല. ഞാൻ ടീമായിട്ട് കളിച്ചിട്ടില്ല. ഞാൻ അലോണായിട്ട് പിന്നെ അവന്റെ പൈസ മേടിച്ചിട്ടല്ല. അവസാനം അവന്റെ ഇതുണ്ടോന്ന് ചോദിച്ചു. പക്ഷെ അവൻ ഉണ്ടായില്ല പറഞ്ഞു. 16,000 18,000 പക്ഷെ ഞങ്ങൾക്ക് എത്തിയില്ല. പക്ഷെ ഞാൻ അവന്റെ ബുദ്ധി പറഞ്ഞ അവന്റെ ഡീൽ വെച്ചു. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഈ എല്ലാ റൗണ്ടിലും ഞാനാണ് ഫുഡ് ഐറ്റം കഴിച്ചിട്ടുള്ളൂ. ഞാൻ കഴിച്ചു ഇല്ല നീ നാരങ്ങ കഴിച്ചാ മറ്റു സാധനം കഴിച്ചാ? ഞാൻ ഇവിടെ എത്ര റൗണ്ട് ഉണ്ടായിരുന്നു? ശരി 8 റൗണ്ട് ഫുഡ് ഐറ്റംസ് ഞാൻ കഴിച്ചു. ഞാൻ നാരങ്ങ മാത്രമേ അല്ല നാരങ്ങയും പിന്നെ നാരങ്ങ പണിയായിരുന്നു. നമുക്ക് പണി ഞാനെല്ലാം കഴിച്ചു. നമുക്ക് പണി വേണ്ട, പണിയില്ലാതെ നമ്മള് ഫുള്ള് കഴിച്ചു. അതാണ് മാസ്. ശരി ശരി ഫ്രം സ്ക്രാച്ചിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കഴിച്ചത്. ഇതെല്ലാം വരണല്ലോ കമന്റ് സെക്ഷനിലെ. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് പറഞ്ഞാൽ എന്ത് ചെയ്യും? സോ ഗൈസ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഓപ്ഷൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.